ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ കയ്യിലുള്ളത് ഓട്ടോലോഗ് ഡിസൈൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ഈ ഓട്ടോലോഗ് ഡിസൈൻ എന്താണെന്ന് വെച്ചാൽ ഈ ബൈക്കിൻ്റെ ഒക്കെ കിറ്റ് കാര്യങ്ങളൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു ഡിസൈനിങ് ഒരു കമ്പനിയാണ്. ഇപ്പോൾ ഇവരെ മെയിനായിട്ട് ഇപ്പോൾ ഈ ബൈക്കിൻ്റെ എക്സ്പ്ലോറർ കിറ്റ്സ് അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കിറ്റുകളാണ് ഇവരെ മെയിൻ. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊരു ഡ്യൂക്ക് 200 ആണ്. ഈ ഡ്യൂക്ക് 200 എക്സ്പ്ലോറർ കിറ്റ്, ഓട്ടോലോഗിൻ്റെ എക്സ്പ്ലോറർ കിറ്റാണിത്. ഈ ഒരു കിറ്റ് ഇട്ടാൽ ഡ്യൂക്ക് 200 ഒരു അഡ്വഞ്ചർ ബൈക്ക് പോലെ ആവും കിറ്റുകളൊക്കെ വന്നിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഡൊമിനാറിനൊക്കെ ഈ അഡ്വഞ്ചർ കിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു ടെയിലൊക്കെ വന്നിട്ട്, പിന്നെ NS200നും നല്ലൊരു പ്രത്യേക ലുക്ക് തന്നെ, വണ്ടീനെ ലുക്ക് തന്നെ മാറ്റിയെടുക്കും ഈ ഓട്ടോലോഗിൻ്റെ ഈ കിറ്റ് ഇട്ടാൽ. അപ്പോൾ ഇതാണ് ഓട്ടോലോഗ്. നമ്മളിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഡ്യൂക്ക് 250ൻ്റെ കിറ്റ് കാര്യങ്ങളൊന്നുമല്ല. കിറ്റ് ഇതിനുള്ളത് സ്ട്രീറ്റ് X3 എന്ന് പറഞ്ഞൊരു കിറ്റാണ്. പക്ഷേ അത് 6300 റുപ്പീസാണ്. അതുകൊണ്ട് നമ്മൾ അത് പർച്ചേസ് ചെയ്തിട്ടില്ല. ഇന്ന് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഒരു സീറ്റ് കൗളാണ്. നമ്മളെ ബാക്ക് സീറ്റിൻ്റെ മേലെ വെക്കുന്ന ഒരു ചെറിയൊരു കൗളാണിത്. നമ്മൾ സീറ്റിൻ്റെ മേലെ വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടൊരു വണ്ടീനെ മാച്ചിങ് ആക്കി എടുക്കണതാണ്. ഇത് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ബാക്കിൽ ആൾക്ക് ഇരിക്കാനൊന്നും പറ്റില്ല ഈ ഒരു സീറ്റ് കൗൾ വെച്ചിട്ടുണ്ടെങ്കിൽ. ഇതുകൊണ്ട് ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഉപകാരം ഒന്നുമില്ല, ജസ്റ്റ് ഭംഗിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വെക്കുക എന്നല്ലാതെ വേറെ യൂസൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, എന്നിട്ട് എങ്ങനെയുണ്ട് സാധനം എന്ന് നോക്കാം. അപ്പോൾ ഈ ഓട്ടോലോഗിൻ്റെ കിറ്റ് കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഓട്ടോലോഗിൻ്റെ പേജിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതുപോലെ തന്നെ അവർ ഇൻസ്റ്റാഗ്രാം പേജും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ബോക്സ് പൊട്ടിച്ച് നോക്കിയപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നല്ലൊരു പാക്കിങ്ങിലാണ് ഇവർ പ്രൊഡക്റ്റ് അയച്ചിട്ടുള്ളത്. നല്ല സേഫാക്കി പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ പ്രൊഡക്റ്റൊക്കെ അത്യാവശ്യം നല്ല റേറ്റുള്ള പ്രൊഡക്റ്റ് കേട്ടോ, നല്ല എമൗണ്ട് ഉള്ള പ്രൊഡക്റ്റുകളാണ്. പക്ഷേ നല്ല ക്വാളിറ്റി ആണെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. എല്ലാവരും പറഞ്ഞത് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെന്നാണ്. നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഡ്യൂക്ക് 250ൻ്റെ ഓട്ടോലോഗിൻ്റെ സീറ്റ് കൗൾ വരുന്നത്. സാധനം അടിപൊളിയായിട്ട് നല്ല ക്വാളിറ്റിയാണ് ഇവരുടെ പ്രൊഡക്റ്റ്. ഇവർ എന്തോ ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നല്ല ക്വാളിറ്റി പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയാണ്. ഇവരെ പെയിൻറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നല്ല നീറ്റിൽ ഡിസൈൻ ചെയ്തൊരു പ്രൊഡക്റ്റാണ്. ഒരു പെയിൻറ്റിങ്ങും അടിപൊളിയാണ്. നല്ല നീറ്റ് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ, പ്രൊഡക്റ്റ് നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക്. നല്ല ഡിസൈന് കാര്യങ്ങളൊക്കെ പക്കയാണ്. ഈ ഒരു ഷേപ്പും ആ ഒരു കട്ടിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് എനിക്ക് ചെറിയൊരു ഇത് തോന്നിയത്. കാരണം ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നല്ല നീറ്റിൽ ചെയ്തിട്ട് ഈ ബാക്ക് സൈഡ് മാത്രം അവർ കൊളാക്കി. ഒരു വൃത്തിയോട് കൂടിയിട്ട് ഫിനിഷിങ്ങിലല്ല നമുക്ക് പ്രൊഡക്റ്റ് തരുന്ന കണ്ടില്ല. ഈ ഒരു സ്ട്രാപ്പുമ്മലൊക്കെ ഈ ഒരു വൈറ്റ് പെയിൻറ്റ് കാര്യങ്ങൾ അതൊക്കെ കളഞ്ഞിട്ട് വേണം ഇവർ ഇത്ര റേറ്റും അങ്ങനെ പ്രൊഡക്റ്റ് നമുക്ക് കസ്റ്റമറിന് തരുമ്പോൾ തരണം. ആ ഒരു ഭാഗം മാത്രം എനിക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. പക്ഷേ ഫ്രണ്ട് സൈഡ് പക്കയാണ്, നല്ല നീറ്റിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ബാക്ക് സൈഡ് മാത്രമാണ് എനിക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്. അവരൊന്നും കൂടി നീറ്റിൽ തരേണ്ടതായിരുന്നു. ഇതിപ്പോൾ നമ്മൾ തന്നെ ഒന്ന് ക്ലീൻ ആക്കേണ്ട അവസ്ഥയാണ്. എന്നാലും കുഴപ്പമില്ല, കാരണം ഈ ഒരു സാധനം നമ്മൾ സീറ്റിന്മേൽ ഫിറ്റ് ചെയ്യുമ്പോൾ അത് സീറ്റിൻ്റെ ഉള്ളിലായിട്ട് കാണാത്ത രീതിയിലുള്ളതാണ്. എന്നാലും പ്രൊഡക്റ്റ് വരുമ്പോൾ ഒന്നും കൂടി നീറ്റ് ആക്കാമായിരുന്നു ഒരു സജഷൻ പറഞ്ഞതാണ്. എന്തായാലും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് സീറ്റിൻ്റെ ഇതിലൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇതിൻ്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ സീറ്റിൽ പക്കയാണോ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ആ സീറ്റ് കവർ നമ്മളെ സീറ്റിൽ ഫിറ്റാക്കി നോക്കി. പക്ക ഫിറ്റിംഗ് ആണ് സാധനം. നല്ല നീറ്റിലായിട്ട് നല്ല കറക്റ്റ് ഫിറ്റിംഗ് ആണ്. അപ്പോൾ ഈ ഒരു സീറ്റ് കവർ ഫിറ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. കറക്റ്റ് ഈ ഒരു സ്ലോട്ടിൽ നമ്മൾ സീറ്റ് ഇറക്കി വെച്ചിട്ട് ഈ ഒരു വെൽക്രോൻ്റെ ഒരു സ്ട്രാപ്പ് ഉണ്ട്. ആ വെൽക്രോൻ്റെ സ്ട്രാപ്പ് ജസ്റ്റ് ടൈറ്റാക്കി ഫിറ്റ് ചെയ്യുക, അത്രേ പണിയുള്ളൂ. ജസ്റ്റ് സ്ക്രൂ കാര്യങ്ങളൊന്നുമില്ല. വെൽക്രോ ജസ്റ്റ് ടൈറ്റാക്കിയാൽ മാത്രം മതി. ഈസിയാണ് ഫിറ്റിങ് കാര്യങ്ങൾ. പിന്നെ ഈ പക്ക ഫിറ്റിംഗ് ആണ് കേട്ടോ, ഒരു ലൂസ് കാര്യങ്ങളൊന്നും ഇല്ല. കറക്റ്റ് ഫിറ്റിംഗ് ആണ് സാധനം. അതുപോലെ തന്നെ ഈ ഒരു വെൽക്രോ ആയതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ RCൻ്റെ സീറ്റ് കൗളൊക്കെ ആണെങ്കിൽ സീറ്റ് മൊത്തമായിട്ട് ഊരി വെച്ചിട്ട് ഈ ഒരു കൗള് ഫിറ്റ് ചെയ്യുക, അതും സ്ക്രൂ ഒക്കെ ചെയ്തിട്ടാണ് കൗള് ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് വെച്ചിട്ട് അത്യാവശ്യമായിട്ട് ഒരാൾ ബാക്കിൽ കയറണം എന്നുണ്ടെങ്കിൽ ഒരു വിധത്തിലും ആളെ കയറ്റാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഒരു യൂസ് എന്ന് വെച്ചാൽ വെൽക്രോ ആയതുകൊണ്ട് നമുക്ക് അർജൻറ്റായിട്ട് ഇപ്പോൾ ബാക്കിൽ ഒരാളെ ഇരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ സീറ്റ് ഊരിയിട്ട് വെൽക്രോ ഊരിയെടുത്താൽ ഈസി ആയിട്ട് നമുക്ക് ഇത് ഊരിയെടുത്തിട്ട് ബാക്കിൽ ആളെ ഇരുത്താൻ പറ്റും. ഈ സീറ്റ് കവറിൽ എനിക്ക് പറ്റാത്തൊരു ഭാഗം, ഇതിപ്പോൾ ഡിസൈന് കാര്യങ്ങളൊക്കെ പക്കയാണ്. ഈ ഒരു ലെയർ ഇട്ടതും ഈ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ ഒരു ഗ്യാപ്പ് അവരെന്തിനും ലീവ് ചെയ്തെന്ന് മനസ്സിലാവാത്തത്. ഇവിടെയും കൂടി ഫുൾ കവറിങ് ആയിട്ട് ചെയ്താൽ ഒന്നുകൂടി വൃത്തി ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഈ ഒരു ഗ്യാപ്പ് ഇതെനിക്ക് തീരെ പറ്റാത്തൊരു ഗ്യാപ്പ്. ഇതെന്തിനാ അവരെങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാവണില്ല. ചെറിയൊരു ഗ്യാപ്പ് അവിടെ വിട്ടത് ഭയങ്കര ബോറായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഒരു എന്താ ഒരു ഇത് കിട്ടണില്ല. ഇന്നിപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ എന്തോ പോലെ ഉണ്ട്. ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ട് ഒന്ന് മാച്ചിങ് ആക്കേണ്ടി വരും.
അല്ലാതെ വേറെ നിർത്തില്ല. ഇതിപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. ഇതിപ്പോൾ എന്തെങ്കിലും വർക്ക് എടുത്തുനിന്ന് മാച്ചിങ് ആക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക്. അതൊന്നും കൂടി ചെയ്തിരുന്നെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയി എന്നൊരു സജഷൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ ഒരു സീറ്റ് കവർ നമ്മൾ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ട് ഏകദേശം ഒരു സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു വൈറ്റ് പീസിൽ നമ്മളൊരു ബൂമറാങ്ങിൻ്റെ ഒരു ബ്ലാക്ക് പീസ് കട്ട് പീസ് കൊടുത്ത്, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സീറ്റ് കവറിൽ ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു വൈറ്റ് കളർ പീസിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഡിസൈൻ കൊടുത്ത് 2 സൈഡിലായിട്ട്. പിന്നെ ഈ ഒരു ഇലക്ട്രോണിക് ഓറഞ്ച് ഞാൻ കൊടുക്കാൻ നോക്കി, പക്ഷേ ആ ഒരു ഇലക്ട്രോണിക് ഓറഞ്ച് സെയിം കളർ സ്റ്റിക്കർ കിട്ടാത്തതുകൊണ്ട് അത് ഒഴിവാക്കി. പിന്നെ ഇവിടെ ഒരു ഓട്ടോലോഗ് ഡിസൈൻ്റെ ഒരു ബ്രാൻഡിങ് കൊടുത്ത്, പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഇവിടെ കൊടുത്ത്, പിന്നെ എൻ്റെ ഫേവറേറ്റ് നമ്പറായ ഈ 82 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു KTM. ഇത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. രസമുണ്ടോ എന്നറിയില്ല, എനിക്ക് സെറ്റായിട്ടാണ് തോന്നണത്. ആ ഇലക്ട്രോണിക് ഓറഞ്ചും കൂടി ഉണ്ടെങ്കിൽ നൈസായിരുന്നു.